ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം അവസാനിച്ചു കഴിഞ്ഞു. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഒരു നെഗറ്റീവ് നോട്ടിലാണ് ഇന്നും വിപണി അവസാനിപ്പിച്ചിരിക്കുന്നത്. 80ഓളം പോയിൻറ്റിൻ്റെ നഷ്ടത്തിലാണ് ഇന്ന് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആ ഒരു പാനിക് സെല്ലിംഗ് മാർക്കറ്റിൽ ചെറിയ രീതിയിലെങ്കിലും കണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ്. റീറ്റെയിലേഴ്സ് അടക്കം എല്ലാവരും പാനിക്കാണ്. 23,350 എന്ന് പറയുന്ന ഒരു റേഞ്ച് ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റിയിൽ നിന്ന് ചെറിയൊരു രീതിയിലുള്ള ബൈങ് ദൃശ്യമായത്. നമ്മളേതായാലും അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല, ഇന്നത്തെ വിപണി അവലോകനം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടല്ല ഇതിനെ കാണേണ്ടത്. ഇപ്പോൾ എനിക്ക് പൊതുവെ ഈ ഒരു സമയത്ത് വരുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസും ഇപ്പോൾ പല സമയങ്ങളിലും ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഞാൻ ഏകദേശം 2016-17 സമയങ്ങളിലാണ്. അപ്പോൾ അതിന് ശേഷം പലപ്പോഴായിട്ട് ഇങ്ങനെയുള്ള കറക്ഷൻസ്, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചില കറക്ഷൻസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സ് പാനിക് ആവാറുണ്ട്. ഒരുപാട് മെസ്സേജസുകൾ നമുക്ക് വരാറുണ്ട്, ഇമെയിലായിട്ടും അതുപോലെ തന്നെ ടെലിഗ്രാമിലും വാട്സപ്പിൽ തന്നെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ കമൻ്റായിട്ട് കാണാറുണ്ട്. വളരെ പാനിക്കാണ്, സ്റ്റോക്കുകൾ താഴോട്ട് പോകുന്നു, എന്ത് ചെയ്യണം എന്നുള്ളത്. സ്വാഭാവികമാണ്. ഹാർഡ് ആയിട്ടുള്ള മണി ഈ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചതിന് ശേഷം ആ കമ്പനികളുടെ ഓഹരി പ്രൈസ് അല്ലെങ്കിൽ ഓഹരി വിലകൾ താഴുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകുന്ന നഷ്ടം ഭീമമായിരിക്കും. അത് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്നത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, ആവർത്തിക്കുന്നത്, നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന കമ്പനികൾ നിങ്ങൾക്ക് ഫണ്ടമെൻ്റലി അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം കേട്ടിട്ടോ അല്ലെങ്കിൽ പഠിച്ചിട്ടോ ആയിരിക്കുമല്ലോ ആ ഒരു കമ്പനിയുടെ ഭാഗമായി മാറിയിരിക്കാം. അപ്പോൾ ആ സമയത്ത് ആ കമ്പനിയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ആ കമ്പനിയുടെ ബിസിനസ്സിന് ഇന്നും പ്രാമുഖ്യം നിങ്ങൾ കാണുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കമ്പനിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയൊരു സമയത്തുണ്ടാകുന്ന ഈ ഒരു കറക്ഷൻ വരുന്ന സമയത്ത് കമ്പനിയുടെ കാര്യങ്ങൾ കൊണ്ടല്ല ഇങ്ങനെയൊരു കറക്ഷൻ വന്നിരിക്കുന്നത്. 5 yearsൻ്റെ സെല്ലിംഗ് ആണ്. ചിലപ്പോൾ വാല്യൂഷൻ വൈസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഭീമമായ വാല്യൂഷൻസിൽ വാങ്ങിയ സ്റ്റോക്കുകളായിരിക്കാം. അത് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും താഴോട്ട് വരും. അത് തിരിച്ച് കയറാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതാണ് ഞാൻ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത്. വാങ്ങുന്ന സമയത്ത് സ്റ്റോക്കോ കമ്പനിയുടെ പ്രൈസോ മൂവ്മെൻറ്റോ എല്ലാം നോക്കേണ്ടത്, അതിൻ്റെ വാല്യൂഷൻ വൈസ് എത്രമാത്രം അട്രാക്റ്റീവ് ആണെന്ന് നോക്കിയിട്ട് വേണം സ്റ്റോക്കുകൾ എൻട്രി ചെയ്യാൻ. ആ ഒരു വാല്യൂഷൻ ഫേവറബിളായി നിൽക്കുന്ന സമയത്ത് വാങ്ങിയ സ്റ്റോക്കുകൾ കറക്ഷൻ്റെ ഭാഗമായിട്ട് താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തിരിച്ച് മാർക്കറ്റ് ബൗൺസ് ബാക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മാർക്കറ്റിൽ പിന്നീട് തിരിച്ച് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ആ ഒരു ഫെയർ വാല്യൂഷനിലേക്ക് വരുന്നതായിട്ട് എപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം തന്നെ സ്വിംഗ് ഈസ് കിങ് ഞാൻ പ്രദേശം തുടങ്ങിയിട്ട് 2-3 വർഷങ്ങളായി കഴിഞ്ഞു. അപ്പോൾ ആ സമയങ്ങൾ മുതൽ എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്ന പല ഇൻവെസ്റ്റേഴ്സും നിങ്ങൾക്ക് ഇവിടെയും കാണാൻ സാധിക്കും. അവരോട് ചോദിച്ചാൽ അവരിപ്പോൾ എനിക്കറിയില്ല, അവരിവിടെ ഒന്ന് കമൻറ്റ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. പലപ്പോഴും നമ്മൾ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്തിട്ട് എത്രയോ മൾട്ടി ബാഗേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഈ ഒരു കഴിഞ്ഞ വർഷം ഉണ്ടായ റാലിയിൽ ക്രിയേറ്റ് ചെയ്ത മൾട്ടി ബാഗേഴ്സ് ഒന്നുമല്ല. എന്നോടൊപ്പം ഉള്ളവരും മുന്നേ ഹോൾഡ് ചെയ്യുന്ന പല സ്റ്റോക്കുകളും എത്രയോ മടങ്ങ് വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പതുക്കെ മാർക്കറ്റിനനുസരിച്ചോ അല്ലെങ്കിൽ മാർക്കറ്റ് ഇറങ്ങുമ്പോഴൊക്കെ ആയിരിക്കും ഞങ്ങളുടെ പല ഓഹരികളിലേക്കും ഇന്നും മുന്നോട്ട് പോകാൻ സാധിക്കുക. ഇന്നും ഞങ്ങൾ നിർദ്ദേശിച്ച ഒരു ഓഹരിയിൽ നിന്ന് അപ്പർ സർക്യൂട്ട് വരികയുണ്ടായി. മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരുന്നു. ഇൻട്രാഡേയിലും ഇന്ന് ഞങ്ങൾ പ്രോഫിറ്റിലേക്ക് വരികയുണ്ടായി. ഇന്നലെ ഒരു ഫ്യൂച്ചർ ഓപ്ഷൻ സെഗ്മെൻറ്റിൽ നമ്മൾ ചെയ്ത ഒരു ട്രേഡിലും നമുക്കിത് പ്രോഫിറ്റ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു മാർക്കറ്റിൻ്റെ ട്രെൻഡിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂഷൻ എന്ന് പറയുന്ന പോയിന്റിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ എപ്പോഴും മാർക്കറ്റിനെ വിലയിരുത്തുന്നത്. അപ്പോൾ നല്ല കമ്പനികളുടെ ഭാഗമാവുക, ആ കമ്പനിയുടെ ബിസിനസ്സിന് എത്രമാത്രം പ്രാമുഖ്യമുണ്ടോ അതിനനുസരിച്ച് നിൽക്കുക. നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പോലും അതിൻ്റെ എല്ലാ സമയത്തും നമ്മൾ അതിൻ്റെ കൂടെ ഉണ്ടാവണം. അതിനൊരു മോശം വരുന്ന സമയത്ത് നമ്മൾ അതിനെ വിട്ടുപോയിട്ട് വേറൊരു ബിസിനസ്സിൽ ചേക്കേറുന്നതല്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയവും പൊളിറ്റിക്സും പോലെയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എല്ലാ സമയത്തും, നല്ല സമയത്തും മോശം സമയത്തും ഒക്കെ തന്നെ അതിനുണ്ടാക്കി അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ 2-3 മാസം കറക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിനെ വിട്ട് വേറൊരു ഓപ്ഷനിലേക്ക് പോകാല്ല. നിങ്ങൾ വിശ്വസിക്കുന്ന കമ്പനികൾ നല്ലതാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന കമ്പനികൾക്ക് ഭാവിയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തിരിച്ചു വരും. ആ ഒരു ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടല്ല, ജനറലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ആ ഒരു ഓഹരിയിൽ ഇടിവ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ധൈര്യമായിട്ട് സ്റ്റോക്കുകൾ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള, അപ്പോൾ അവിടെയാണ് പ്രശ്നങ്ങൾ പറ്റുന്നത്. അവിടെ നമ്മൾ ചിലപ്പോൾ ഒരു ഫാസിനേഷൻ്റെ പുറത്തെടുത്ത സ്റ്റോക്കുകളായിരിക്കാം. വിത്തൗട്ട് കൺസിഡറിങ് എനി വാല്യൂവേഷൻ നമ്മളതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പം വാല്യൂഷൻ വൈസ് വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു സ്റ്റോക്കിൽ നിങ്ങൾ എൻട്രി ചെയ്യുന്ന സമയം ആ ഒരു സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുന്ന മാർക്കറ്റ് ജനറലായിട്ട് കറക്റ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റോക്ക് വളരെയേറെ കറക്ഷനിലേക്ക് വന്നേക്കാം. അപ്പോൾ അത് തിരിച്ച് കയറുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അത് ഫാൻസീഡ് ആയിട്ടുള്ളൊരു വാല്യൂഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് താഴോട്ട് വന്ന് തിരിച്ച് ആ വാല്യൂഷനിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ അതേസമയം
കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകളും അതൊക്കെ കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് മാർക്കറ്റിലുണ്ടാകുന്ന ലോസുകൾ തടയാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ എപ്പോഴും മാർക്കറ്റിൽ വെക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഒരു ട്രേഡറെ സംബന്ധിച്ചിട്ടും ഇല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ലിബറലായി പറയാം. സ്റ്റോപ്പ് ലോസുകൾ കുറച്ചുകൂടി താഴെ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ജനറലായിട്ടുള്ള കമ്പനിയുടെ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് മാത്രം സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്താൽ മതി എന്നൊരു പക്ഷക്കാരനാണ് ഞാൻ. പക്ഷേ ഇതിനെക്കുറിച്ച് സംസാരിക്കാനല്ല. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ദീർഘകാല നിക്ഷേപങ്ങൾ എപ്പോഴും നിക്ഷേപകന് സ്വാഭാവികമായിട്ടും റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ കമ്പനി അറിഞ്ഞ് നിക്ഷേപിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു വഴികൾ. ടാറ്റ കൺസ്യൂമർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ പണ്ടത് ടാറ്റ ഗ്ലോബൽ ബിവറേജസ് ആയിരുന്നു, ഇപ്പോഴത്തെ ടാറ്റ കൺസ്യൂമർ. എത്രയോ വർഷം ആ സ്റ്റോക്ക് എൻ്റെ പോർട്ട്ഫോളിയോയിൽ കിടന്ന് എത്രയോ വർഷം അത് 100 രൂപയിൽ താഴെ ഉണ്ടായിരുന്നു. അതിനുശേഷം എത്രയോ പെട്ടെന്നാണ് അത് പിന്നീട് എത്രയോ മാസങ്ങൾ കൊണ്ട് തന്നെ അതൊരു ഡബിളും ട്രിപ്പിളൊക്കെ ആവുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതേപോലെ പല സ്റ്റോക്കുകൾ IOB, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പല സ്റ്റോക്കുകളും വർഷങ്ങളോളം പോർട്ട്ഫോളിയോയിൽ നിൽക്കുന്ന അവസ്ഥ. പക്ഷേ ആ സമയത്തും നമ്മളതിൻ്റെ ഭാഗമായി എല്ലാ സമയത്തും യാത്ര ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ചും തമിഴ്നാട്ടിലും മറ്റൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ശാഖകൾ കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് പോർട്ട്ഫോളിയോയിലുള്ള ഏറ്റവും കൂടുതലുള്ള ഒരു ഓഹരിയാണ്. പക്ഷേ ഇതിൽ നിന്ന് റിട്ടേൺ ഒന്നും എനിക്ക് വന്നിട്ടില്ല. പക്ഷെ നേരെ മറിച്ച് കുറച്ച് സമയത്തുള്ള ഈ ഒരു PSU റാലി സംഭവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നല്ലൊരു റിട്ടേൺ നമുക്കറിയാം. 15, 20, 10 രൂപയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മുതൽ ഇപ്പോൾ IOB എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് അത് ഞാനങ്ങനെ പറയല്ല. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ വാല്യൂഷൻ വൈസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതൊരവസ്ഥയിലും ബിസിനസ്സിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ആ ഒരു ബിസിനസ് പിന്നീട് എപ്പോഴെങ്കിലും മാർക്കറ്റ് അതിൻ്റെ വാല്യൂഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഒരു വിശ്വാസമാണ് മാർക്കറ്റിൽ എപ്പോഴും വേണ്ടത്. സോ സ്വാഭാവികമായിട്ടും നിങ്ങളതിനെ പിന്തുടരുക. അപ്പോൾ പാനിക് ആവാതിരിക്കുക. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ലോസിൽ അവരുടെ പോർട്ട്ഫോളിയോ പേടിച്ചിട്ട് എക്സിറ്റ് ചെയ്തതായിട്ട് കണ്ടു. പക്ഷെ നല്ല നല്ല കമ്പനികൾ അതിപ്പോൾ ചെറിയൊരു ബൗൺസ് വരുന്ന സമയത്ത് തന്നെ ആ കമ്പനികളിൽ ചെറിയ പ്രൈസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ വിറ്റവർ തന്നെ പേടിച്ചിട്ട് സാർ ഞങ്ങളത് വിറ്റു, അതിന് ശേഷം ഇത് ഈ 30 രൂപ കയറി, 50 രൂപ കയറി. അങ്ങനെയുള്ള സമയത്ത് അവർ കഴിഞ്ഞ ആഴ്ച അത് വിറ്റൊഴിവാക്കി. പക്ഷേ അതിന് ശേഷം ഇപ്പോൾ ചുമ്മാ ഒരു 30 രൂപ ബൗൺസ് ബാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ വീണ്ടും അതിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ നിങ്ങൾ എക്സിറ്റ് ചെയ്ത് മാറി അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. അല്ലാതെ അതിനെക്കുറിച്ച് തന്നെ കൂടുതലായിട്ട് ചിന്തിച്ചിട്ട് വേവലാതിപ്പെടുത്തുന്നവരെയും ഞാൻ ഇന്ന് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല, കുറച്ച് ഓഹരികളെക്കുറിച്ച് സംസാരിക്കാം. ഈ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും കുറച്ച് ഒക്കെ ഫണ്ടുകളായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിട്ടും കുറച്ച് ഓഹരികളിൽ താല്പര്യം നിക്ഷേപിക്കാൻ, ലോങ് ടേം വ്യൂ പോയിന്റിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. അവരെ സംബന്ധിച്ചിട്ടുള്ള 1-2 സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടിയാണ്. അത് പല കാറ്റഗറിയിലുള്ള സ്റ്റോക്കുകൾ, ലാർജ് ക്യാപ്പ് ആയാലും സ്മോൾ ക്യാപ്പ് ആയാലും അങ്ങനെയുള്ള സ്റ്റോക്കുകളെക്കുറിച്ച് 1-2 സ്റ്റോക്കുകളെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്തത്. വീഡിയോ മുഴുവനായിട്ട് കേൾക്കുമെന്ന് വിചാരിക്കും. നമ്മളൊരു ഏതൊരു ബിസിനസ്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ബിസിനസ് എന്താണെന്നും ആ കമ്പനി എന്താണെന്നും എന്തുകൊണ്ട് ഞാൻ ഈ കമ്പനി വാങ്ങണമെന്നും തീർച്ചയായിട്ടും തീരുമാനിക്കാനുള്ള അധികാരം ഞങ്ങൾക്കാണ്, ആ വാങ്ങുന്നവർക്കാണ്. അപ്പോൾ കുറിച്ച് കേൾക്കാനും പഠിക്കാനും ശ്രമിക്കുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു 20ാമത്തെ വർഷമെന്ന് ഞാൻ പറയാം. 22ാമത്തെ വർഷമാണ് ഓഹരി വിപണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓരോ സമയത്തും മാക്സിമം ഓരോ കമ്പനിയിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനി അറ്റ്ലീസ്റ്റ് എന്താണെന്നും, ഇത്രമാത്രം ഡീപ്പ് നോളജ് ഈ അടുത്ത കാലത്തായിട്ടാണ് സെക്യൂർ ചെയ്യാൻ തുടങ്ങിയതെങ്കിലും അറ്റ്ലീസ്റ്റ് ആ കമ്പനി എന്താണ് ചെയ്യുന്നതെങ്കിലും ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്താണെന്നും അറിയാനുള്ള എല്ലാ ശ്രമവും എല്ലാ പ്രാവശ്യവും നടത്താറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫണ്ടമെൻ്റൽസ് അനലൈസ് ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ശ്രമിക്കാറുള്ളത്. സോ എപ്പോഴും നിങ്ങളോടുള്ള ഒരു അഡ്വൈസ് എന്ന് ഞാൻ പറയില്ല, ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു 5 രൂപയുടെ ഒരു കമ്പനി വാങ്ങുന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ആ കമ്പനിയെക്കുറിച്ച് അറിയണം. എന്താണ് ആ കമ്പനി ചെയ്യുന്നത്, എന്താണ് ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും അറിയാനുള്ള ഒരു അന്വേഷണ റിസർച്ച് പാഠവും നിങ്ങൾ വെച്ച് പുലർത്തുക എന്നുള്ളതാണ്. അപ്പോൾ 1-2 കമ്പനികളെക്കുറിച്ച് നമുക്കിന്ന് പറയാം. നിങ്ങൾക്ക് അറിയുന്ന കമ്പനികൾ തന്നെയാണ്. പലപ്പോഴായിട്ടും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ പലപ്പോഴായിട്ടും ഫണ്ടമെൻ്റൽസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത കമ്പനികളാണ്. പക്ഷേ അത് ലെവലിൽ നിന്നൊക്കെ മൾട്ടി ബാഗറായി മാറിയതിന് ശേഷം വീണ്ടും ഒരു കറക്ഷൻ പോയിന്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നോക്കാം എന്തൊക്കെ കമ്പനികളാണ് അങ്ങനെയുള്ള കുറച്ചുകൂടി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വന്നേക്കാം, ഈ സമയത്ത് ഈ ഒരു സ്റ്റോക്കിലേക്ക് വേണോ എന്നുള്ളത്. കാരണം പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളിൽ പല പ്രാവശ്യമായിട്ട് ഈ സ്റ്റോക്കിൽ കൈ പൊള്ളിയിട്ടുണ്ടാവാം. പക്ഷേ ഈ നാളെ NTPCയുടെ റിന്യൂവബിൾ എനർജി IPO ഓപ്പൺ ചെയ്യണം. അതിന് IPO റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ ആദ്യത്തെ സ്റ്റോക്ക് സുസ്ലോൺ എനർജി പല ആൾക്കാർക്കും വലിയ രീതിയിൽ പല ആൾക്കാർക്കും നഷ്ടം സംഭവിച്ചൊരു കമ്പനിയാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിട്ട് സുസ്ലോൺ, ഞങ്ങളുടെ സുനീസ് കിങ്ങിനെയോ അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് സുസ്ലോൺ ഒരിക്കൽ പോലും കൈപൊള്ളിയിട്ടില്ല. പലപ്പോഴായിട്ട് നമുക്ക് നല്ല മൾട്ടി ബാഗർ റിട്ടേൺ തന്ന സ്റ്റോക്കാണ് സുസ്ലോൺ ഇപ്പോൾ ഏകദേശം 57, 58, 60 രൂപയ്ക്ക് താഴെയാണ് ഇപ്പം സ്ഥിതി ചെയ്യുന്നത്. എന്തുകൊണ്ട് സുസ്ലോൺ ഈ സമയത്ത് ചെറിയ രീതിയിൽ എക്സ്പോഷർ എടുക്കണം എന്നുള്ളതാണ്. റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് ഒരു ഹോട്ട് കേക്കാണ് ഇന്നത്തെ മാർക്കറ്റ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സുസ്ലോണിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. സുസ്ലോൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി സൊല്യൂഷൻ പ്രൊവൈഡറാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതുപോലെ തന്നെ ഈ വിൻഡ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഈ വിൻഡ് കാറ്റാടികളുമായിട്ട് അങ്ങനെയുള്ള കാറ്റുമായിട്ട് ബന്ധപ്പെട്ട എനർജി സൊല്യൂഷൻസിൽ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സാണ് ഇന്ത്യയിലെ നമ്പർ 1 എന്ന് പറയാം. 32% മാർക്കറ്റ് ഷെയറാണ് ഈ രംഗത്ത് സുസ്ലോൺ വെച്ച് പുലർത്തുന്നത്. അതുപോലെ തന്നെ ഇവർ വെർട്ടിക്കലി ഇൻ്റഗ്രേറ്റഡ് ആണ്. ഈ ഒരു സെഗ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ലോ കോസ്റ്റ് മാനുഫാക്ചറിങ് ഫെസിലിറ്റിയാണ് അവർക്കുള്ളത്. 3150 മെഗാവാട്ടിൻ്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയാണ് ഈ ഒരു രംഗത്ത് ഇവർക്കുള്ളത്. അത് 4500 മെഗാവാട്ടായിട്ട് 2025 മാർച്ചോടുകൂടി അവർ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ കമ്പനിക്ക് S144 എന്ന് പറയുന്ന സീരീസിലെ ലോ വിൻഡ് കണ്ടീഷൻസിൽ മാനുഫാക്ചർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇന്ന് അവർക്ക് മാത്രമാണുള്ളത്. അത് ഏകദേശം കഴിഞ്ഞ 6 മാസം കൊണ്ട് വലിയ രീതിയിൽ ആ ഒരു കപ്പാസിറ്റി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ S144 എന്ന് പറയുന്നത് ചെറിയ കാറ്റ് ഉള്ളിടത്ത് പോലും നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ആ ഒരു കാറ്റിൽ നിന്നും വിൻഡ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കമ്പനി തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ സിസ്റ്റമാണിത്. ഇത് ഏകദേശം ഡെലിവറി അവർ ഈ ഒരു 6 മന്ത്സോട് കൂടി ആരംഭിച്ചിട്ടുണ്ട് കമ്പനി ഇന്ത്യയിൽ പല ഭാഗത്തും. അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് കപ്പാസിറ്റി ഏകദേശം അവർ റിനോം എന്ന് പറയുന്ന ഒരു കമ്പനിയെ എക്വയർ ചെയ്തിട്ടുണ്ട്. 2.9 ജിഗാവാട്ടിൻ്റെ മൾട്ടി ബ്രാൻഡ് ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് അസറ്റ്സാണ് ഇവർക്കുള്ളത്. ഏകദേശം 213 കോടി രൂപയുടെ റവന്യൂ ആണ് അതിൽ നിന്ന് മാത്രമായിട്ട് 2024 അവർ നേടിയെടുത്തത്. സോ അങ്ങനെയുള്ള കമ്പനികളെ, ചെറിയ കമ്പനികളെ എക്വയർ ചെയ്തിട്ട് ഇതിൻ്റെ മെയിൻ്റനൻസും ഓപ്പറേഷൻസും ഒക്കെ അങ്ങനെയുള്ള കമ്പനികൾക്ക് കൊടുത്തുകൊണ്ടും സുസ്ലോൺ വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ട് പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഓർഡർ ബുക്കുകളെ സംബന്ധിച്ചാണ്. എത്രമാത്രം ഓർഡർ ബുക്കുകളുണ്ട് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട്. ഇപ്പോൾ സുസ്ലോൺ നിൽക്കുന്നത് കമ്പനിയുടെ ഏറ്റവും വലിയ ഓർഡർ ബുക്കുമായിട്ടാണ്. അതായത് 29 വർഷത്തെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഓർഡർ ബുക്കുമായിട്ടാണ് സുസ്ലോൺ ഉള്ളത്. 5.1 ജിഗാവാട്ടിൻ്റെ ഓർഡറാണ് ഒക്ടോബർ അവസാനിക്കുന്ന സമയത്ത് കമ്പനിയുടെ കയ്യിലുള്ളത്. അതായത് ഇന്ത്യയിൽ മൊത്തമായിട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024 ഇൻസ്റ്റാൾ ചെയ്ത കപ്പാസിറ്റി എന്നത് 3.3 ജിഗാവാട്ടാണ്. അതിനേക്കാൾ വലിയ ഓർഡർ ബുക്കാണ് ഇപ്പോൾ കമ്പനിയുടെ കയ്യിലുള്ളത്. അതായത് കമ്പനിയുടെ ഓർഡർ ബുക്ക് മൊത്തം രാജ്യത്ത് ഇൻസ്റ്റാൾ ചെയ്ത വിൻഡ് എനർജി സിസ്റ്റത്തിനേക്കാൾ മുകളിലാണ്. അപ്പം അടുത്ത 1-2 വർഷങ്ങൾ കൊണ്ട് എത്രമാത്രം പ്ലാനുകൾ ഈ ഒരു രംഗത്ത് വരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതുകൊണ്ട് കമ്പനിയുടെ എക്സിക്യൂഷൻ, ഈ ഒരു ഓർഡറുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഏകദേശം 18 മുതൽ 24 മാസങ്ങൾ കൊണ്ടാണ്. അതും ഇപ്പോഴത്തെ ക്വാർട്ടർലി ഡെലിവറി നോക്കിക്കഴിഞ്ഞാൽ 250-300 മെഗാവാട്ടിനടുത്ത് വെച്ചാണ് ഒരു ക്വാർട്ടറിൽ ഇവർ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഓർഡർ ബുക്ക് വിസിബിളാണ്, അല്ലെങ്കിൽ ഓർഡർ ബുക്കിൽ ക്ലാരിറ്റി ഉണ്ട്. മുന്നോട്ടുള്ള ഒരു സെക്ടർ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഈ കമ്പനിയുടെ ഭാവി കുറച്ചുകൂടി ശോഭിതമായിരിക്കും അല്ലെങ്കിൽ പ്രസന്നമായിരിക്കും എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല. ഈ കമ്പനിയുടെ ഏറ്റവും പുതിയ Q2 റിസൾട്ട് അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. റവന്യൂവിലെ 48% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. 2093 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഈ ഒരു ക്വാർട്ടറിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ 58% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ. 312 കോടി രൂപയുടെ ഇബിറ്റയാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. മൺസൂണിൻ്റെ കാര്യങ്ങളും കുറച്ചൊക്കെ ഡിസ്റപ്ഷൻ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഡെലിവറി 256 മെഗാവാട്ടായിട്ട് ഈ ഒരു ക്വാർട്ടറിൽ കുറഞ്ഞിട്ടുണ്ട് Q2. കാരണം 274 മെഗാവാട്ടാണ് Q1 കമ്പനി ഡെലിവറി ചെയ്തത്. ഇപ്പോൾ 256 മെഗാവാട്ടിൻ്റെയാണ്. ഇൻസ്റ്റലേഷൻ നോക്കിക്കഴിഞ്ഞാൽ 131 മെഗാവാട്ടിൻ്റെതാണ് ഇൻസ്റ്റലേഷൻ നടത്തിയിരിക്കുന്നത്. 70 മെഗാവാട്ടിൻ്റെയാണ് ക്വാർട്ടറിൽ വർധനവ് വന്നിരിക്കുന്നത്. കാരണം 70 മെഗാവാട്ടായിരുന്നു തൊട്ട് മുന്നത്തെ ക്വാർട്ടറിലുണ്ടായിരുന്നത്. അത് 131 മെഗാവാട്ടായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇനി ആവറേജ് റിയലൈസേഷൻ വിൻഡ് ടർബൈൻ ജനറേറ്ററിൽ നിന്നും ഏകദേശം 5.9 കോടി പെർ മെഗാവാട്ടായിട്ട് കൂടിയിട്ടുണ്ട്. അത് 5.5 കോടിയായിരുന്നു തൊട്ട് മുന്നത്തെ വർഷം.
ഇനി മറ്റൊരു കാര്യം, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ 18% വർധനമാണ് വന്നിരിക്കുന്നത്. 566 കോടി രൂപയുടെ റവന്യൂ ആണ് 3 മാസം കൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഓപ്പറേറ്റിംഗ് മാർജിൻ ഏകദേശം 11%. 196 കോടി രൂപയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുതന്നെ Q2 2025 ഈ വർഷത്തെ Q2 നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 200 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡബിൾ ആയിട്ടുണ്ട്. 10% നെറ്റ് മാർജിനാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. EPS നോക്കിക്കഴിഞ്ഞാൽ 15 പൈസയാണ് ഒരു ഷെയറിന് മുകളിൽ വന്നിരിക്കുന്നത് Q1. അത് 37 പൈസയായിട്ട് ഈ കഴിഞ്ഞ 6 മാസത്തേക്ക് മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മൊത്തം ഒരു വർഷം EPS എന്ന് പറയുന്നത് 50 പൈസയായിരുന്നു. അതിപ്പോൾ തന്നെ കഴിഞ്ഞ 6 മാസം കൊണ്ട് 37 പൈസ കമ്പനി കവർ ചെയ്തതായിട്ട് കാണുന്നു. ഇനി ഒരു സെക്ടറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ റിന്യൂവബിൾ എനർജി വളരെ ലൈം ലൈറ്റിലുള്ള ഒരു സെക്ടറാണ്. ഇനി വിൻഡ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടുമാണ് പറയുകയാണെങ്കിൽ ഈ സെക്ടറിൽ ഏകദേശം അടുത്ത കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഏകദേശം ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് ഈ ഒരു സെക്ടറിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇൻസ്റ്റലേഷൻസ് ഇന്ത്യയിൽ ഏകദേശം 40% വർധനവ്, അതായത് 40% CAGR വർദ്ധിക്കാനാണ് കാണുന്നത്. 2027 എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 3.3 ആണ് ജിഗാവാട്ട്. 2027 40% CAGR വർദ്ധിക്കുമെന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ 2024 3.3 ജിഗാവാട്ടാണ് നമുക്കുള്ളത്. പിന്നെ 2025 5 ജിഗാവാട്ടും 27 അല്ലെങ്കിൽ 26 7 മുതൽ 8 ജിഗാവാട്ടും 2027 ആകുമ്പോഴേക്കും അതൊരു 10 ജിഗാവാട്ട് 9 to 10 ജിഗാവാട്ടായിട്ട് വരുത്തും. അപ്പോൾ നമുക്ക് ആലോചിക്കുക എത്രമാത്രം ഓപ്പർച്യൂണിറ്റി ഇതിലുണ്ട് എന്നുള്ളതാണ്. 3.5 ജിഗാവാട്ട് മാത്രമേ നമുക്കുള്ളൂ. നേരെ മറിച്ച് ഇപ്പം നിങ്ങൾ NTPCയുടെ റിന്യൂവബിൾ എനർജിയൊക്കെ നോക്കുകയാണെങ്കിൽ 2031 60 ജിഗാവാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെ ഓരോ കമ്പനികളും ആ ഒരു രംഗത്ത് ശക്തമാണ്. ഇവിടെ ഈ ഒരു വിൻഡ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ സുസ്ലോൺ എന്ന് പറയുന്നത് നമുക്ക് മാറ്റാനാവാത്ത ഒരു പേരായിട്ട് വർഷങ്ങളായിട്ട് വന്നേക്കാം. പിന്നെ സുസ്ലോണിൻ്റെ മറ്റൊരു മാർക്കറ്റ് ഷെയർ 40% ഗ്രോത്താണ് വരുന്ന വർഷങ്ങളിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അടുത്ത കുറച്ച് വർഷങ്ങൾ കൊണ്ട്. അപ്പോൾ ഹൈ ഗ്രോത്ത് വിസിബിലിറ്റി ഉണ്ട്. ഡെറ്റ് ഫ്രീ കമ്പനിയാണ്. ലാർജ് ക്യാപ് സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ അട്രാക്റ്റീവായിട്ട് തോന്നാം. ഇനി വാല്യുവേഷനാണ് ഏറ്റവും വലിയത്. നമുക്കിപ്പം സ്റ്റോക്ക് 80-90 എത്തിയിട്ട് ഇപ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്തിട്ട് 60 രൂപയ്ക്ക് താഴെ വന്നിട്ടുണ്ട്. വാല്യുവേഷൻ നമുക്ക് നോക്കാം. ക്യാഷ് റിച്ച് ബാലൻസ് ഷീറ്റാണ്. 1277 കോടി രൂപയുടെ സർപ്ലസ് ക്യാഷാണ് ഈ ഒക്ടോബർ 30 ബാലൻസ് ഷീറ്റ് വെച്ച് നോക്കും നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ നോൺ ഫണ്ട് ബേസ്ഡ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഇൻ ലൈൻ വിത്ത് REC നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം 93,000 കോടി രൂപയുണ്ട്. 2026 EPSൻ്റെ എസ്റ്റിമേഷൻ നോക്കുമ്പോൾ 1 രൂപ 30 പൈസയാണ്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ടു മൾട്ടിപ്പിൾസ് ഏകദേശം 52x ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതൊരു ലീഡർഷിപ്പ് പൊസിഷനുള്ളൊരു കമ്പനി, സ്ട്രോങ് ഓർഡർ ബുക്ക് ഉള്ളൊരു കമ്പനി, ഡബിൾ ഡിജിറ്റ് നെറ്റ് മാർജിനുള്ളൊരു കമ്പനി, 30% റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ്. ഇത് വെച്ച് നോക്കുന്ന സമയത്ത് 52 അല്ലെങ്കിൽ ഇപ്പോഴത്തെ വാല്യൂഷൻ കുറച്ചുകൂടി താണിട്ടുണ്ട് സ്റ്റോക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട്. അത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസിങ് തന്നെയാണ്. F&O സെഗ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ അദാനി ഗ്രൂപ്പിൻ്റെ ഒരു ഒരു കണ്ണൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു കമ്പനി കൂടിയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു രംഗത്ത് ഈ ഒരു കമ്പനിയെ കൊണ്ട് കൂടുതലായിട്ടും ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളൊരു ബിസിനസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അദാനി പോലുള്ള ഗ്രൂപ്പുകളാണ്. ഞാനങ്ങനെ വെറുതെ പറയല്ല. ഇതേപോലുള്ളൊരു ഏറ്റെടുക്കൽ നമ്മൾ അംബുജ ഏറ്റെടുക്കുന്ന സമയത്ത് പണ്ട് സിമെൻറ്റ് സെക്ടർ അനലൈസ് ചെയ്യുന്ന സമയത്ത് സിമെൻറ്റിലെ അംബുജയെക്കുറിച്ച് അനലൈസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അംബുജ എന്ന് പറയുന്ന സിമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു കമ്പനി അദാനിയാണ്. അദാനി സിമെൻറ്റ് സെക്ടറിലേക്ക് വരുന്നതിനെക്കുറിച്ച് അനൗൺസ്മെൻറ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ്. കേട്ട് ഓർമ്മയുള്ളവർക്ക് അറിയാം. ഞാനത് അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. കേട്ട് ആരെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ നമുക്കറിയായിരിക്കും. അപ്പോൾ അംബുജ സിമെൻറ്റ് എന്ന് പറയുന്നത് അദാനി ഏറ്റെടുക്കുകയാണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ കോപ്പറിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഞാൻ അദാനിയായിട്ട് കണക്ട് ചെയ്തിട്ടൊരു പോസിബിലിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും ഈ പറയുന്ന ഭാവിയിലൊക്കെ വിൻഡ് എനർജി രംഗത്തേക്ക് അദാനി പോലുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് വരികയാണെങ്കിൽ ഇവർ നോട്ടമിടാൻ സാധ്യതയുള്ളൊരു കമ്പനിയായിട്ട് നമുക്ക് സുസ്ലോണെ എടുത്തു വെക്കാവുന്നതാണ്. പിന്നെ ഇപ്പോൾ ഏകദേശം 60 രൂപ നിലവാരത്തിലാണുള്ളത്. എൻ്റെ ഒരു ടാർഗറ്റ് ഒരു 80, 90, 100 രൂപ വരെയൊക്കെ പോകാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കായിട്ട് കാണാം. ഇതിൽ നിങ്ങൾ എല്ലാ പൈസയും കൊണ്ട് ഇടണമെന്നല്ല ഞാൻ പറഞ്ഞു. ഈ ഒരു കറക്ഷനിൽ നിങ്ങൾക്ക് കഴിയുന്ന പൈസ, അതായത് 2000, 5000 അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലുള്ളൊരു എമൗണ്ട് അവിടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ഇയർ പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ മേടിച്ച് വെക്കാൻ പറ്റുന്നൊരു സ്റ്റോക്കായിരിക്കും സുസ്ലോൺ എന്നുള്ളതാണ്. അതിനെ പഴയകാല ഹിസ്റ്ററി എടുത്തിട്ടല്ല അതിനെ വാല്യൂ ചെയ്യേണ്ടത്, ഇപ്പോഴത്തെ കമ്പനിയുടെ കണ്ടീഷൻ അനുസരിച്ച്. ഞങ്ങളുടെ സ്വിംഗ് സ്കിങ്ങിൽ ഞാൻ തന്നെ സജസ്റ്റ് ചെയ്തത് പലപ്പോഴായിട്ടും 9 രൂപ, 10 രൂപ, 11 രൂപക്കാണ് ഞങ്ങൾ എൻ്റർ ചെയ്തത്.
അവിടുന്ന് ഇപ്പോഴും എൻ്റെ കൂടെയുള്ളവർ ഹോൾഡ് ചെയ്തിട്ട് ഇപ്പോഴും 80-90 ആയിട്ട് പലപ്പോഴായിട്ട് ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, എക്സിറ്റ് ചെയ്തു. പിന്നീടും ഞങ്ങൾ എൻ്റർ ചെയ്തു, എൻ്റർ ചെയ്തു. പിന്നീടും ഞാൻ ദീപാവലി പിക്കായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റോക്കും ഇതാണ്, സുസ്ലോണാണ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് കറക്ഷൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി താഴ്ന്നിട്ടുണ്ട്. ഞങ്ങളുടെ ടാർഗറ്റ് ഇപ്പോഴും അപ്സൈഡ് തന്നെയാണ്. ഞങ്ങളിപ്പോഴും കവറേജ് വെച്ച് പുലർത്തുന്ന സ്റ്റോക്ക് തന്നെയാണ് സുസ്ലോൺ. സോ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് നിക്ഷേപിക്കാൻ താല്പര്യമുള്ള സാധാരണ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിട്ട് ചെറിയൊരു എമൗണ്ട് നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓഹരി തന്നെയാണ് സുസ്ലോൺ എന്ന് പറയുന്നത്. സോ റിന്യൂവബിൾ എനർജി ഇപ്പോൾ ലൈം ലൈറ്റിലാണ്. നാളെ NTPCയുടെ ഗ്രീൻ എനർജി IPO ഓപ്പൺ ആണ്. ആ സമയത്താണ് സുസ്ലോൺ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് വെക്കുന്നത്. ഇനി അടുത്ത ഒരു സ്റ്റോക്ക് ഇതേപോലൊരു സെക്ടറിൽ നിന്ന് തന്നെയാണ്. റിന്യൂവബിൾ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, പക്ഷേ ഇൻഡയറക്റ്റ്ലി റിന്യൂവബിൾ എനർജി പോലുള്ള ഡാറ്റാ സെൻറ്റർ പോലുള്ള സെഗ്മെൻറ്റുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെക്ടറാണ്. ഈ സ്റ്റോക്കും ഞാൻ പലപ്പോഴായിട്ടും ഞാൻ എൻ്റെ പബ്ലിക്കായിട്ട് യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ഷെയർ ചെയ്തിട്ട് ഇതും ഒരു മൾട്ടി ബാഗറായിട്ട് ഓൾറെഡി മാറിയിരിക്കുകയാണ്. പക്ഷേ ഈ Q2 റിസൾട്ട് വന്നപ്പോൾ വീണ്ടും അതിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു സ്റ്റോക്കാണ് പോളിക്യാപ്പ് ഇന്ത്യ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കമ്പനിയെക്കുറിച്ച് പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വയർ മാനുഫാക്ചറിങ് കമ്പനിയാണിത്. വയർ അറിയാലോ, നമ്മളെ ഇലക്ട്രിക് വയറുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. 19% മാർക്കറ്റ് ഷെയറാണുള്ളത്. ഇന്ത്യയുടെ ഓർഗനൈസ്ഡ് വയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം 80,000 കോടി രൂപയുടേതാണ്. ഡൊമസ്റ്റിക് ഓർഗനൈസ്ഡ് മാർക്കറ്റ് ഇതിൻ്റെ 25% മാർക്കറ്റ് ഷെയർ മാത്രമാണ്. 66 മീൻസ് ഇവരുടെ ഓർഗനൈസ്ഡ് മാർക്കറ്റായിട്ട് വരുന്നത് 65,000 crore-ൻ്റെയാണ്. 19% മാർക്കറ്റ് ഷെയറാണ് ഈ പോളിക്യാപ്പിന് മാത്രമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അടുത്ത 2027 വരെ ഡബിൾ ഡിജിറ്റ് ഗ്രോത്താണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ എല്ലാവരും അറിയാമല്ലോ, ഇപ്പം വീടിനായാലും അല്ലെങ്കിൽ ഏതൊരു ആവശ്യങ്ങൾക്കും വയർ ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള വയറുകൾ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കും. അത് ഒരു സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടിയാണ്. അപ്പോൾ 2027 വരെ GDP വളരുന്നതനുസരിച്ച് തന്നെ അതിനേക്കാൾ ഇരട്ടിയിൽ വളരാൻ സാധ്യതയുള്ള ഒരു സെഗ്മെൻറ്റായിട്ടാണ് നമ്മളിതിനെ കണക്കാക്കുന്നത്. മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഗവൺമെൻറ് സപ്പോർട്ടുണ്ട്. കാരണം ഇൻഫ്രാസ്ട്രക്ചറിന് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നു. ഏതൊരു ബിൽഡിങ്ങും കൺസ്ട്രക്ഷനും നടക്കുമ്പോൾ അവിടെ വയറിംഗ് ഉണ്ടാവും, അവിടെ വയറുകളുടെ ആവശ്യമുണ്ടാവും. സോ ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ പ്ലസ് എനർജി ടെസ്റ്റ് ട്രാൻസാക്ഷൻ റിന്യൂവബിൾ എനർജി അടക്കമുള്ള സെഗ്മെൻറ്റിൽ ഈ ആവശ്യമുണ്ട്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഇത് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ സൺറൈസ് സെക്ടറായിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ്, ഡാറ്റാ സെൻറ്റർ, മെട്രോ എന്നിങ്ങനെയുള്ള എല്ലാ സെഗ്മെൻറ്റുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാലും പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രംഗങ്ങളിലും കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും വയറുകൾ ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ പോളിക്യാപ്പ് അതിൻ്റെ തൊട്ടടുത്ത കോമ്പറ്റീറ്ററുമായിട്ട് അതിൻ്റെ 2 ഇരട്ടിയിലധികമാണ് അവരുടെ ഇൻ്റഗ്രേഷൻ ഫെസിലിറ്റിയും പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും ഒക്കെ നോക്കുന്ന സമയത്ത് ഒരു പാൻ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ് ഇവർക്കുള്ളത്. 3800ഓളം ഡീലർമാർ ഇവർക്കുണ്ട്. 22,50,000 റീറ്റെയിൽ ഔട്ട്ലെറ്റ്സുകൾ ഇവർക്കുണ്ട്. 70 രാജ്യങ്ങളിലോളം കയറ്റുമതി ചെയ്യുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് പോളിക്യാപ്പ്. അപ്പോൾ ഇവരുടെ കമ്പനിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതാണ് ആ കമ്പനിയുടെ സൈസ് എന്ന് പറയുന്നത്. കമ്പനിയുടെ ഒരു കാപ്പെക്സ് അടുത്ത പ്ലാനുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ കമ്പനി ആവശ്യം 1836 കോടി രൂപ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടി മാത്രമായിട്ട് 2024 മുതൽ 2024 വരെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഫിക്സഡ് അസറ്റ്സിൻ്റെ എണ്ണം 3515 കോടി രൂപയുടെ ഫിക്സഡ് അസറ്റ്സാണ് കമ്പനിക്ക് മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷം ഉള്ളത്. അതുപോലെ തന്നെ കമ്പനി അതിൻ്റെ ഗ്രോത്തിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവരുടെ മാർക്കറ്റ് ഷെയർ കൂട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം 200 ബേസിസ് പോയിൻറ്റിൻ്റെ ടോട്ടൽ ഇൻഡസ്ട്രി സൈസാണ് അവർ കഴിഞ്ഞ 2 വർഷമായിട്ട് മാത്രമായിട്ട് കൂട്ടിയിരിക്കുന്നത്. അതിൻ്റെ ആനുവൽ കപ്പാക്സ് നോക്കിക്കഴിഞ്ഞാലും 2025 1000 കോടി രൂപയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2026 27 ഒക്കെ കൂടി ഒരു ആനുവൽ കാപ്പെക്സ് 1000 കോടി രൂപ വെച്ചിട്ട് അവർ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു. ഗ്രോസ് അസറ്റ്സിൻ്റെ ഏകദേശം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും അസറ്റ്സിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 3 ഇരട്ടിയായിട്ട് മാറാൻ സാധ്യതയുള്ള അസറ്റ്സ് കപ്പാസിറ്റിയാണ് കമ്പനി പ്ലാൻ ചെയ്യുന്നത്. 2025 ഈ സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട് മാർജിൻ ഡ്രോപ്പ് ആയിട്ടുണ്ട്, സത്യമാണ്. Q2 റവന്യൂ 30% വർധനവുണ്ട്. അത് ഏറ്റവും വലിയ Q2 റിസൾട്ടാണ് കമ്പനിക്ക്. 5948 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഉണ്ടാക്കിയത്. ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ 10% വർധനവ് മാത്രമാണ് ഇയർ ഓൺ ഇയറിലുള്ളത്. ഇബിറ്റ 707 കോടി രൂപയായിരുന്നു. ഇബിറ്റ മാർജിൻ 12.7%. അതായത് കമ്പനിയുടെ ഗൈഡൻസ് അനുസരിച്ചിട്ട് 12 മുതൽ 14% വരെ ഇബിറ്റ ഗൈഡൻസാണ് ഉണ്ടായിരുന്നത്. അതിനുള്ളിൽ തന്നെയാണുള്ളത്. പക്ഷേ മാർജിൻ കോൺട്രാക്ഷൻ ആയതിന് കമ്പനി കൃത്യമായിട്ടുള്ള വിശകലനങ്ങളും നൽകുന്നുണ്ട്. ഈ മാർജിൻ കുറഞ്ഞതിന് കമ്പനി 3 കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്ന് അവരുടെ എക്സ്പോർട്ട്, അതായത് ഹൈ മാർജിൻ തരുന്ന പ്രൊഡക്റ്റുകളുടെ എക്സ്പോർട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. 9% കഴിഞ്ഞ വർഷം വരെ എക്സ്പോർട്ട് ഉണ്ടായിരുന്നത്. അത് 6% കുറഞ്ഞിട്ടുണ്ട്. അതൊരു കാരണമാണ് ഈ മാർജിൻ കുറയാൻ വേണ്ടി. രണ്ടാമത്തത്
അൺഫേവറബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് മിക്സ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കോർപ്പറേറ്റ്സിനുമാണ്. അവിടെ മാർജിൻ നോക്കിയിട്ടില്ല. അതേസമയം ലോവർ കേബിൾസ് ആയിട്ടുള്ള വയർ ബിസിനസ്സുകൾക്ക് സാധാരണ ഡിസ്ട്രിബ്യൂഷൻസിലാണ് കൂടുതലും കൂടുതൽ കുറവ് ഡിസ്ട്രിബ്യൂഷൻ, കൂടുതൽ മാർജിൻ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ബിസിനസ് കോൺസെൻട്രേറ്റ് ചെയ്യാതെ കൂടുതൽ മാർജിൻ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി വിൽക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് അവർ ഡിസ്ട്രിബ്യൂഷൻ പോയിരിക്കുന്നത് Q2. അതും ഒരു കാരണം. മൂന്നാമത്തത് അവരുടെ കോമ്പറ്റീഷൻ ഇൻറ്റൻസിറ്റി കൂടിയിട്ടുണ്ടെന്ന് കമ്പനി തന്നെ സമ്മതിക്കുന്നു. അപ്പോൾ മാർക്കറ്റ് ഷെയർ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് മാർജിനിൽ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, മാർക്കറ്റ് ഷെയർ അതുപോലെ കമ്പനിക്ക് നിൽക്കണം എന്നുള്ള ഒരു വാശിയിൽ പുറത്ത് കമ്പനി സെയിൽ ചെയ്തു എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് മാർജിനിൽ കുറവ് വന്നിരിക്കുന്നത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കമ്പനി എന്നാണ് പറയുന്നത്. അതുപോലെ Q2 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ 4% വർധനമാണ് കഴിഞ്ഞ വർഷവുമായിട്ട് നോക്കുമ്പോഴുള്ളത്. 445 കോടി രൂപയുടെ പാറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. Q2 EPS 29 രൂപയാണ്. കഴിഞ്ഞ 6 മാസത്തെ ഈ സാമ്പത്തിക വർഷം തുടങ്ങിയിട്ട് കഴിഞ്ഞ 6 മാസം കൊണ്ട് കമ്പനി ഒരു ഷെയറിന് മുകളിൽ ഏകദേശം 55 രൂപയാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024 മൊത്തം സാമ്പത്തിക വർഷം ഒരു ഷെയറിന് മുകളിൽ കമ്പനി ഉണ്ടാക്കിയിരുന്നത് 118 രൂപയായിരുന്നു. അപ്പോൾ ഈ സാമ്പത്തിക വർഷം 6 മാസം കൊണ്ട് ഏകദേശം 55 രൂപ ടാർഗറ്റ് കമ്പനി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റ് കമൻട്രിയിൽ വളരെ പോസിറ്റീവായിട്ട് തോന്നിയ 2-3 കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു 6 മാസത്തെ പ്രവർത്തനം, അതായത് 2025 സാമ്പത്തിക വർഷത്തിലെ കഴിഞ്ഞ 6 മാസത്തെ പ്രവർത്തനത്തിൽ റവന്യൂ 10,000 കോടിക്ക് മുകളിലേക്ക് വന്നു. കമ്പനി കഴിഞ്ഞ വർഷം പ്രൊജക്റ്റ് ചെയ്തത് ഈ ഒരു സാമ്പത്തിക വർഷം 20,000 കോടി രൂപയ്ക്ക് മുകളിൽ റവന്യൂ വരുമെന്നുള്ളതാണ്. അപ്പോൾ 6 മാസം കൊണ്ട് ഏകദേശം 10,000 കോടിക്ക് മുകളിലേക്ക് റവന്യൂ വന്നു കഴിഞ്ഞു. സോ ഈസി ആയിട്ടത് 20,000 അടുത്ത ഇനി ഒരു 6 മാസം എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ മേഖലയൊക്കെ തന്നെ സജീവമാകുന്ന സമയമാണ്. ഇപ്പോൾ മൺസൂണും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ സെയിൽസ് എഫക്റ്റായി നിൽക്കുന്ന സമയമാണ്. അടുത്ത 6 മാസം വളരെ സ്ട്രോങ് ആണ്. സോ അതുകൊണ്ട് തന്നെ 20,000 എന്ന് പറയുന്ന സെയിൽസ് ടാർഗറ്റ് അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. രണ്ടാമത്തത്, കമ്പനിയുടെ ഗൈഡൻസ് പ്രകാരം 12 മുതൽ 14% വരെ ഇബിറ്റ മാർജിനാണ് കമ്പനി പ്ലാൻ ചെയ്തത് ഈ ഒരു സാമ്പത്തിക വർഷം. അതിപ്പോഴത്തെ വരെ 13.2, അതായത് കഴിഞ്ഞ 6 മാസത്തെ ഇബിറ്റ മാർജിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 13.2% എന്ന് പറയുന്ന ഇബിറ്റ മാർജിൻ നിലനിർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം H2, അതായത് സെക്കൻഡ് ഹാഫ് ഇയർ 6 മന്ത്സും കമ്പനിക്ക് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇനി കമ്പനിയുടെ കയ്യിലുണ്ടായിരുന്ന അതായത് എക്സസീവ് ഇൻവെൻട്രി, കൂടുതലായിട്ട് കെട്ടിക്കിടക്കുന്ന സ്റ്റോക്കുകളൊക്കെ തന്നെ കമ്പനി ലിക്വിഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്ത ഒരു മീഡിയം ടു ഷോർട്ട് ടേമിലൊക്കെ തന്നെ കമ്പനിക്ക് വളരെ കോൺഫിഡൻസോടുകൂടിയാണ് മുന്നേറുന്നത്. നല്ല ഡിമാൻഡ് ഔട്ട്ലുക്ക് കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല രീതിയിൽ കമ്പനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. ഇനി വാല്യൂഷൻ, നമുക്കറിയാലോ എല്ലാ സ്റ്റോക്കുകളും വാല്യൂഷൻ വൈസാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഏകദേശം 97,750 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഈ കമ്പനിക്കുള്ളത്. എൻ്റർപ്രൈസസ് വാല്യൂ 95,250 കോടി രൂപയാണ്. പോളിക്യാപ്പ് എന്ന് പറയുന്നത് ഒരു ലാർജ് പ്ലേ ആണ്. കൺസംഷൻ കൂടി വരുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേഷൻ കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റോക്ക് ഏകദേശം 1 ഇയർ ഫോർവേഡ് PE നോക്കുകയാണെങ്കിൽ ഒരു 42x ഇപ്പോൾ ഉള്ളത്. ക്യാഷ് ബേസ് നോക്കുകയാണെങ്കിൽ ഒരു 161 രൂപ പെർ ഷെയർ കമ്പനിക്ക് ഇപ്പോൾ ക്യാഷായിട്ട് കമ്പനിയുടെ കയ്യിലുണ്ട്. 2026 എസ്റ്റിമേഷൻ ഏകദേശം 151 രൂപയാണ്. അതായത് സ്റ്റോക്ക് വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ 22% റിട്ടേൺ ഓൺ ഇക്വിറ്റി. അതായത് ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റോക്കുകളും നോക്കിക്കഴിഞ്ഞാൽ ഹെവൽസ് 66x ആണ്, KEA ഇൻഡസ്ട്രീസ് 52 PE-യിലാണ്, RR കേബിൾ 45-ലാണ്. അത് RR കേബിൾസിൻ്റെ ടോപ്പ് ലൈൻ ഏകദേശം ഓപ്പറേറ്റിംഗ് മാർജിനും പെർസെൻറ്റേജും ഒക്കെ നോക്കുമ്പോൾ പോളിക്യാപ്പിനേക്കാൾ പകുതിയേ ഉള്ളൂ. അതേസമയം പോളിക്യാപ്പ് മാർക്കറ്റ് ലീഡിംഗ് കൺസ്യൂമർ ബ്രാൻഡാണ് വിത്ത് സ്ട്രോങ് ടെയിൽ വിൻഡാണ്. ഏകദേശം അവൈലബിൾ ആയിട്ടുള്ള റീറ്റെയിൽ ഫ്ലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 10.6% ഉള്ളൂ. കാരണം പ്രൊമോട്ടറാണ് 63% ഹോൾഡ് ചെയ്യുന്നത്. 700-ലധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണത്. 23% ഏകദേശം അവർ തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നല്ലൊരു ഹെൽത്തി ഔട്ട്ലുക്കാണ് ഈ സെക്ടറിലുള്ളത്. എല്ലാം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹെവൽസും KEയും RR കേബിൾസൊക്കെ നോക്കുന്ന സമയത്ത് അവരുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ അട്രാക്റ്റീവ്ലി പ്രൈസ്ഡാണ് ഇപ്പോഴത്തെ ഒരു പ്രൈസിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇപ്പം ഏകദേശം സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 6,440 രൂപ നിലവാരത്തിലാണ്. എൻ്റെ ഒരു കണക്ക് പ്രകാരം ഇവിടെ നിന്നെങ്കിലും 1 വർഷം 1.5 വർഷം കൊണ്ട് കമ്പനി ഒരു 7,000-7,500 നിലവാരത്തിലേക്കെങ്കിലും പോകേണ്ട ഒരു കമ്പനിയാണിത്. സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഉണ്ട്. ഈ കമ്പനി ഞങ്ങൾ 2,500-3,000 കവർ ചെയ്യുന്ന സമയത്താണ് സ്വിംഗ് ഇതിൻ്റെ പേരിലൊരു ഇൻകം ടാക്സ് റെയ്ഡും കാര്യങ്ങളൊക്കെ വന്നത്. ആ സമയത്ത് ആരെങ്കിലും മെമ്പേഴ്സ് ഇത് കേൾക്കുകയാണെങ്കിൽ അതിന് താഴെ കമൻറ്റ് ചെയ്യണം. ഞാൻ കൃത്യമായിട്ട് 2-3
വോയിസ് നോട്ടുകൾ, റിസർച്ച് നോട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് ആരും തന്നെ വിൽക്കേണ്ട ആവശ്യമില്ല, ഇത് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല, ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പാനിക്കായി വിൽക്കണോ എന്നുള്ളത്. പക്ഷേ വിൽക്കേണ്ട കാര്യങ്ങളില്ല, ഇതാണ് എന്ന് പറഞ്ഞ് സ്റ്റോക്ക് കുറച്ച് ദിവസം താഴോട്ട് പോയി. പിന്നീട് വളരെ ശക്തമായിട്ട് തിരിച്ചു വന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 5000-ന് മുകളിലേക്ക് വന്നു. അപ്പോൾ കമ്പനിയുടെ കാര്യങ്ങളല്ല, കുറച്ച് ക്യാഷ് കമ്പനിയുടെ കയ്യിൽ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള ക്യാഷ് അവിടെ നിന്ന് കണ്ടെത്തി എന്ന് പറഞ്ഞായിരുന്നു കേസ്. പിന്നെ കമ്പനി തന്നെ പലപ്പോഴായിട്ടും നമ്മളൊരു കമ്പനി ടാർഗറ്റ് ചെയ്ത് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ കമ്പനിയുടെ എല്ലാ റിപ്പോർട്ട്സും നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് നമ്മളെ വിശ്വസിച്ച് അതിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കമ്പനിയുടെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടാകുന്നുണ്ടോ എന്നത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ അത് ചെയ്തതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കിൽ നമ്മൾ കണ്ടിന്യൂസ് സ്റ്റേ ചെയ്തു. ഇപ്പോൾ അത് അവിടുന്ന് 3000-3500 5000 ഉണ്ടായപ്പോഴാണ് അവിടുന്ന് ഒരു പ്രശ്നം വന്നത്. അത് 3500 ആ ലെവലിലേക്ക് വന്നു. പിന്നീട് അവിടുന്ന് വീണ്ടും അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ബൈക്കോൾ തന്നെ കൊടുക്കുമായിരുന്നു. പിന്നെ അവിടുന്ന് ഇപ്പോൾ ഏകദേശം 6500 നിലവാരത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ പറയുന്നു ഒരു 7000-7500 നിലവാരത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കമ്പനി കൂടിയാണ് ഈ പറയുന്ന പോളിക്യാപ്പ്. അപ്പോൾ ഈ 2 സ്റ്റോക്കുകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഏകദേശം അരമണിക്കൂറോളം പോയി. സ്റ്റോക്ക് നിങ്ങൾ മുഴുവനായിട്ട് കേട്ടിരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ വീഡിയോ നിർത്തുന്നത്. ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ 2 കമ്പനികൾ ഞാൻ ഈ ഒരു ഓഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള റിസർച്ച് കൂടി നടത്താം. സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങൾ എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ്. അപ്പം നിക്ഷേപിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള പഠനങ്ങൾ കൂടി നടത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസുമായിട്ടൊക്കെ തന്നെ പഠിച്ചതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. മാർക്കറ്റും ഒരു വോളറ്റൈലായിട്ടുള്ള സെഷനാണ്. അപ്പോൾ താഴെ നമുക്ക് കിട്ടുമെങ്കിൽ, താഴോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുമെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് ആ സമയങ്ങളിൽ എൻ്റർ ചെയ്യുന്നതും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു വിപണിയുടെ നിക്ഷേപ സാധ്യതകളുടെ നഷ്ടസാധ്യതകൾ കൂടി കണക്കിലെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ചാനൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ കൂടി സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.